हो जाऊंगा। ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എയർപോർട്ടിലാണുള്ളത്. ചെറിയൊരു ഷോർട്ട് വെക്കേഷൻ, നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള യാത്രയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ, നല്ല നല്ല ട്രാവലിംഗ് വീഡിയോസ്, യാത്രകളുള്ള ചാനലാണ് എൻ്റെത്. അപ്പോൾ നല്ല നല്ല ട്രാവലിംഗ് വീഡിയോസ്, അതുപോലെ മോട്ടോർ സൈക്കിൾ റൈഡിങ് വീഡിയോസ്, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നല്ല നല്ല വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട്, അത് സമയം ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് ബിസി ഷെഡ്യൂളൊക്കെ ആയിരുന്നു ഡ്യൂട്ടിയിൽ, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് യാത്രകൾ ചെയ്ത വീഡിയോസ് ഉണ്ട്, അതൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സാക് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, സി യു, ബൈ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇവനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട്. അപ്പോൾ ഇന്നൊന്ന് കുറച്ച് വണ്ടികളുടെ ഷോറൂമിൽ പോകണം. ഫസ്റ്റ് പോകുന്നത് താറ് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ ഹുണ്ടായിൽ നോക്കണം, കിയ നോക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വോൾസ്വാഗൻ GT ഓട്ടോമാറ്റിക് പെട്രോൾ TSI ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷനിലുള്ള
ഇവനെ അപ്ഗ്രേഡ് ചെയ്ത് മാറ്റണോ അല്ലെങ്കിൽ ഇവനെ നിലനിർത്തിക്കൊണ്ട് പുതിയ വണ്ടി എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വോൾസ്വാഗൻ അപ്ഗ്രേഡ് ചെയ്ത് മാറ്റണോ എന്നുള്ളതിനുള്ള കാരണം ഇതിന് TSIക്ക് ഏതാണ്ട് 13-15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വോൾസ്വാഗൻ്റെ പോളോ GTക്ക് ഒരു മൈലേജ് ഷോർട്ടുള്ള പോലെ തോന്നുന്നു. ഒരു 10-11 അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ രീതിയിൽ നോക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ പറ്റും, ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, ഇതിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഗ്യാരേജ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഗ്യാരേജ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. എനിക്ക് എന്തായാലും ഇത് കൊടുക്കാനൊരു ആഗ്രഹം ഇല്ല, പക്ഷേ ഈ ഒരു മൈലേജിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഗ്യാരേജോ ഏതെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.
ഹായ് എവറി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ പരിപാടി പിന്നെ ഇന്ന് കാലിക്കറ്റ് പോവുകയാണ്. നമ്മുടെ പുതിയ വീടിൻ്റെ എല്ലാ ഡോസിനും വിനൈൽ ലാമിനേഷൻ അത് നോക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം വണ്ടികളൊക്കെ നോക്കാൻ പോയി, പുതിയ വണ്ടികൾ നോക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് വേറെ വണ്ടി എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ കിയയിൽ പോയി, ഹുണ്ടായിൽ പോയി, മഹീന്ദ്രയിൽ പോയി. ഓക്കെ, മഹീന്ദ്രയിൽ നിന്ന് മാത്രമാണ് ടെസ്റ്റ് ഡ്രൈവിന് വെഹിക്കിൾ കിട്ടിയിട്ടുണ്ടായത്. സെൽട്ടോസ് നോക്കി കിയയിൽ, പിന്നെ കാരൻസ് നോക്കി, പിന്നെ ഹുണ്ടയിലാണെങ്കിൽ ക്രെറ്റ നോക്കി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അൽക്കസാറിൻ്റെ ഡീസൽ വണ്ടി നോക്കി. ഡീസലല്ല, പെട്രോൾ നോക്കി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പരിപാടി ഡോറിൻ്റെ വിനൈൽ ഷീറ്റ് സെലക്ട് ചെയ്യലാണ്. ലാമിനേഷൻ ഷീറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഷീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അവനാണ് വീടിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നത്. അവന് എൻജിനീയറും കൂടെയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫുള്ള് വർക്ക്, അതിൻ്റെ ബേസ്മെൻറ്റ് മുതൽ, അതായത് അതിൻ്റെ തറയിട്ടത് മുതൽ അവനാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജിലെത്തി. എനിക്കിപ്പോൾ ഇൻറ്റീരിയർ വർക്കും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ വേറെന്താണ് വിശേഷം? അപ്പോൾ ബാക്കി വിശേഷങ്ങളിങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര നേരം ഇവനെയും കാത്ത് നിൽക്കുന്നത്. പിന്നെ ഒന്ന് കണ്ടോട്ടെ. ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലെ കോഴിക്കോട് പോയി വീട്ടിലേക്കുള്ള വിനൈൽ ഷീറ്റൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ പുതിയ വീടിൻ്റെ മുമ്പിലൂടെ ഇലക്ട്രിക് ലൈന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ മരം ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ രാത്രി തിരിച്ച് അബുദാബിക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വേറൊരു കല്യാണം കൂടാനുണ്ട്. ഇന്നും നാളെ ആയിട്ടൊരു കല്യാണമുണ്ട്. ആ കല്യാണം കൂടണം. അപ്പോൾ ഷോർട്ട് വെക്കേഷൻ അങ്ങനെ അങ്ങ് തീരും. ഓക്കെ,
അങ്ങനെ മരം മുറിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ലൈനിന് മുകളിലോട്ടും മതിലിന് മുകളിലോട്ടൊക്കെ ഉള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഇപ്പോൾ വീട്ടിലോട്ട് പോവാണ്. കൈയാകെ പോയി, മറ്റേ അവരെ കമ്പ് വലിക്കാൻ, അത് മുറിക്കുമ്പോൾ ആ വലിക്കാൻ സഹായിച്ചിട്ട് കൈയൊക്കെ ആകെ പോയി. കയ്യിൽ നിന്ന് കയറ് സ്ലിപ്പായി. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി എയർപോർട്ടിലോട്ട് തിരിക്കും. അപ്പോൾ അതിനു മുമ്പ് വീട്ടിൽ, അതായത് പുതിയ വീട്ടിൽ കുറച്ച് വർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാർപ്പൻറ്ററി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായെന്ന് ചെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. 6 ദിവസം പെട്ടെന്ന് പോയി. ഷോർട്ട് വെക്കേഷൻ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. ഒരാഴ്ച പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നലെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ചു. അതുപോലെ ഇവിടെ ഇപ്പോൾ അതിനു മുമ്പ് തിരിച്ചു പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് കാർപ്പൻറ്ററി വർക്കുകൾ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു, ലോക്ക് ഫിക്സിങ് ഒക്കെ എന്തായെന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു പോകും ഇപ്പം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തി. അബുദാബിക്ക് ഫ്ലൈറ്റ് ഇപ്പോൾ ഓൾറെഡി 9:30 ആയി. പിന്നെ പുലർച്ചെ 1 o'clock, 1:10 ഫ്ലൈറ്റുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി അബുദാബി ലാൻഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഷോർട്ട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം പുലർച്ചെ 3:40 ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഷോർട്ട് വെക്കേഷൻസ്. ബിസിയായിരുന്നു. പിന്നെ വേറെന്താണ്, നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്കായിട്ടും പിന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.